ഇന്നത്തെ റെസിപ്പി പുട്ട് ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്കും ഈ ഒരു പുട്ട് ഐസ്ക്രീം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2-3 ഫ്ലേവർ ഐസ്ക്രീമും അതേപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ വാനില, പിസ്ത, സ്ട്രോബെറി, ചോക്ലേറ്റ് ഇത്രയും ഫ്ലേവർ ഐസ്ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുട്ട് ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ഒരു 3 ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടായാലും നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം പുട്ടിൻ്റെ കുറ്റിയെടുത്ത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സ്കൂപ്പ് ഐസ്ക്രീം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ചോക്ലേറ്റ് ചിപ്സ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഐസ്ക്രീം ചേർക്കാം. ഞാനിവിടെ സ്ട്രോബെറി ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. 2 സ്കൂപ്പ് ഇതിലേക്ക് ചേർത്ത് വീണ്ടും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുപ്പ് മുന്തിരി, അത്തിപ്പഴം, ടൂട്ടി ഫ്രൂട്ടി ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ചേർക്കുന്ന ഐസ്ക്രീം പിസ്തയാണ്. അപ്പോൾ പിസ്തൻ്റെ ഐസ്ക്രീം കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നട്ട്സ് ആണ്. ഞാനിവിടെ കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നട്ട്സ് കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഈ ഒരു വാനില ഐസ്ക്രീം 2 സ്കൂപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാ ഐസ്ക്രീമും നമ്മൾ 2 സ്കൂപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 ഫ്ലേവർ ഐസ്ക്രീം മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ 3 സ്കൂപ്പ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ M&M'sന്റെ കുറച്ച് ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബാക്കി വന്ന നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റിലും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഐസ്ക്രീം പുട്ട് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി തണുപ്പോട് കൂടി തന്നെ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് കുത്തി കൊടുക്കാം. ഈ ഒരു ഐസ്ക്രീം നല്ലവണ്ണം തണുപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് കുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് കുത്തി കൊടുക്കുക. എന്നിട്ട് തണുപ്പോട് കൂടി തന്നെ കഴിക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.